ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പുരാതന നഗരമായ ഗ്രീക്കിലെ ഏഥൻസിൽ അരയോപക കുന്ന് എന്ന് പറയുന്ന ആ കുന്നിൽ നിന്നുകൊണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് ഒരു വലിയ സത്യം വിളിച്ചു പറയുവാനിടയായി. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. സ്തോത്രം. മനുഷ്യൻ്റെ ധാരണ അവൻ്റെ അധ്വാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉണ്ടാക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളിൽ അതിൻ്റെ മനോഹരത്വം കണ്ട് ദൈവം വസിക്കും എന്നാണ്. അതുകൊണ്ടാണ് മത്സരിച്ച് ഏറ്റവും വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. സ്തോത്രം. എന്നാൽ ഒരു സത്യം നാം എല്ലാവരും തിരിച്ചറിയണം. ഗ്രീക്കുകാര് വളരെ ബുദ്ധിയുള്ളവരും തത്വചിന്തകന്മാരും വളരെയധികം ലോകത്തിന് സംഭാവനകൾ ചെയ്തതുമായ ഒരു വലിയ ജനതയുടെ ഭാഗമാണ്. എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെയാണ് ദൈവം വസിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ദൈവം വസിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവരോട് പറയുകയാണ്. ഇന്നും മനുഷ്യൻ ആ സത്യം ഉൾക്കൊള്ളാതെ, അതിനെ അംഗീകരിക്കാതെ കോടികൾ മുടക്കി തങ്ങളുടെ പ്രൗഢി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം വമ്പൻ കെട്ടിടങ്ങൾ പണിതുയർത്തുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ദൈവം അങ്ങനെയുള്ള കെട്ടിടങ്ങളിലൊന്നും വസിക്കുന്നില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും പ്രിയപ്പെട്ടവർ തിരിച്ചറിയണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ എവിടെയാണ് ദൈവം വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നാം ദൈവത്തിന് വസിക്കുവാൻ ഹൃദയം നൽകിയാൽ ഏറ്റവും വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കടക്കുവാൻ തക്കവണ്ണം ഏറ്റവും ചെറിയവനായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം ഓരോ മനുഷ്യരും വിശുദ്ധരായിരിക്കണം. സ്തോത്രം. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. കെട്ടിടങ്ങളിലൊന്നും ദൈവം വസിക്കുന്നില്ല. ഈ കെട്ടിടങ്ങളൊക്കെ വെറും മനുഷ്യർക്ക് കൂടി വരുവാനുള്ള ഒരു ഓഡിറ്റോറിയം എന്ന നിലയിൽ കാണാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. പിന്നെ നയനാനന്ദകരമായ രീതിയിൽ അലങ്കരിച്ച് വലിയ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ നിർമ്മിച്ച കെട്ടിടമാണ് എന്ന് പറയുവാൻ സാധിക്കും. അത് ക്ഷേത്രമാകട്ടെ, പള്ളികളാകട്ടെ, മോസ്കുകളാകട്ടെ, സിനഗോഗുകളാകട്ടെ, അവിടെ ഒന്നും ദൈവം വസിക്കുന്നില്ല. ഈ സത്യം ഇനിയെങ്കിലും മനുഷ്യൻ തിരിച്ചറിയാതെ പോകരുത്. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. അതെ, അറിയായ്മ മൂലം ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ ഇനിമേലിൽ മനുഷ്യൻ ആവർത്തിക്കരുത്. ആ അറിയായ്മയുടെ കാലങ്ങളെല്ലാം ദൈവം കണക്കിടാതെ തള്ളിക്കളയുവാൻ തയ്യാറാണ്. എന്നാൽ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി
ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഒരുങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പമുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക്